നമസ്കാരം. ഇത് വീട്ടിലെ ഫിഷ് ടാങ്കാണ്. കുറച്ച് ദിവസം ഇത് മീനുകളൊന്നും ഇല്ലായിരുന്നു, ഒഴിപ്പിച്ച് വെച്ചിരുന്നു. പക്ഷെ ഞാനിപ്പോൾ കുറേ കാലമായി, 2-3 മാസമായി ഇതിൽ കുറച്ച് ഗപ്പികൾ വളർത്തുന്നുണ്ട്. ഗപ്പി കണ്ടല്ലോ. ഗപ്പിക്കാണെങ്കിൽ അധികം പരിചരണമൊന്നും വേണ്ട, നല്ല ഭംഗിയുള്ളതാണ് ഗപ്പി. പിന്നെ ശരിക്കും മുട്ടയിട്ട് കുഞ്ഞൊക്കെ വിരിച്ച് അത് ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ഇത് ശരിക്കും കുഞ്ഞുങ്ങൾ ഇതിൽ ഉണ്ടായതാണ്, ഇതിൽ വന്നതാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം, ഇതേപോലെ ഒരു മൺകലം വെച്ച് കൊടുക്കുക, ചെറിയൊരു മൺകലം. അതിൽ കുറച്ച് മണ്ണും ഇട്ട്, ഇപ്പോൾ ഫുഡൊക്കെ ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. മുകളിൽ അത് പടർന്ന് കുറച്ചൊക്കെ വെളിയിൽ പോകും, എങ്കിലും അത് ഈർപ്പം തട്ടി നനഞ്ഞ് ഉള്ളിലോട്ട് മൺകലത്തിൻ്റെ ഉള്ളിലാവും. അപ്പോൾ നമുക്ക് വൃത്തിയാക്കാൻ എളുപ്പമാണ് ടാങ്ക്. മൺകലം മാത്രം എടുത്തിട്ട് അതിൻ്റെ ഫുഡിൻ്റെ വേസ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ പ്രധാനമായിട്ട് ഇതിൽ പച്ചക്കൊക്കെ ഇട്ടിട്ടുണ്ട്. പച്ചക്കൊക്കെ കണ്ടല്ലോ, പച്ചക്കൊക്കെ വളക്കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. പച്ചക്കൊക്കെ നീറ്റുകൊക്കെ ആയി പോകരുത്, പച്ചക്കൊക്കെ തന്നെ വേണം. പച്ചക്കൊക്ക പൊടിയായിട്ടുള്ളത് കിട്ടും. അത് വെള്ളത്തിൽ നല്ല കഴുകുക. വെള്ളത്തിൽ കഴുകിയിട്ട് ഈ പൊടി ഭാഗം കളഞ്ഞിട്ട് പച്ചക്കൊക്കെ കുറച്ച് വലിപ്പമുള്ളത് മാത്രം അരിച്ചെടുത്തിട്ട് ആ വലിപ്പമുള്ള മാത്രം ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനാവശ്യമായ കാൽസ്യവും കിട്ടും. വെള്ളത്തിൻ്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. മീനുകൾ വെള്ളം അധികം ഇല്ലാതാവില്ല. വെള്ളം എപ്പോഴും തെളിഞ്ഞ് കിടക്കും ഇതുപോലെ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.